Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ മ്യൂച്വൽ ഇൻഡക്ഷനെ കുറിച്ചും ട്രാൻസ്ഫോമറിനെ കുറിച്ചുമാണ്, which is nothing but chapter 3. Okay. So ഈ ടോപ്പിക് ഹയർ സ്റ്റഡീസിന് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഈ ടോപ്പിക് എല്ലാ പ്രാവശ്യവും നിങ്ങൾക്ക് എക്സാമിന് കാൽക്കുലേഷൻ ബേസിലായിരിക്കും ചോദിക്കുക. ഓക്കെ, സോ ഈ ടോപ്പിക് സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾ കൃത്യസമയത്ത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വരൂ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ടോപ്പിക് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, സോ മ്യൂച്വൽ ഇൻഡക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഈ ഫിഗറിൽ ഞാനൊരു റോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വി ഹാവ് എ റോഡ് വിച്ച് ഇസ് എൻ അയൺ റോഡ്. ഓക്കെ, ഈ അയൺ റോഡിൽ രണ്ട് തരത്തിലുള്ള കോയിലുകൾ വെച്ചിട്ടുണ്ട്. വൺ ഇസ് എ പ്രൈമറി കോയിൽ, അനദർ വൺ ഇസ് സെക്കൻഡറി കോയിൽ. ഓക്കെ, ഈ പ്രൈമറി കോയിൽ പ്രത്യേകത ഒരു കോപ്പർ കമ്പിയാണ്, ജസ്റ്റ് കമ്പിച്ചുള്ളിൽ ചുറ്റി വെച്ചിരിക്കുകയാണ്. സെക്കൻഡറി കോയിലും ഇവിടെ നമ്പർ ഓഫ് ടേൺസ് വേരി ആവുന്നുണ്ട്. ഇവിടെ എത്രയാണുള്ളത് അതിനേക്കാൾ കൂടുതലും നമ്മളിവിടെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. സോ ഇവിടെ 100 ഉണ്ടെങ്കിൽ അവിടെ 200, 300 അങ്ങനെയുള്ള റേഞ്ചിലാണ് നമ്മൾ കോയിൽസ് ചുറ്റിയിരിക്കുന്നത്. ഇതിൽ നമ്മളിവിടെ ഒരു വോൾട്ടേജ് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു കീ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡറി കോയിലിൽ നമ്മൾ ഒരു ബൾബ് വെച്ചിട്ടുണ്ട്. നമ്മുടെ എക്സ്പെരിമെൻറ്റ് എന്താ വെച്ചാൽ, ഞാനിവിടെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയം, ഓക്കെ ഇതൊരു DC ആണ് നിങ്ങൾക്കറിയാം, ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയം ഈ ബൾബിൻ്റെ പ്രകാശത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഓക്കെ, സോ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള തിയറി ഇവിടെ പറയാം. ഫസ്റ്റ് ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയം, ഓക്കെ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ആ ബൾബ് പ്രകാശിക്കും. ബട്ട് സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചാൽ ഈ ബൾബ് കണ്ടിന്യൂസ് പ്രകാശിക്കില്ല. ഞാൻ സ്വിച്ച് ഓപ്പൺ ചെയ്തതും ആ സെക്കൻഡും ഈ ബൾബ് പ്രകാശിക്കും. ഓക്കെ, സോ സ്വിച്ച് ഓൺ ചെയ്യുന്ന അറ്റ് ഇൻസ്റ്റൻറ്റും ബൾബ് പ്രകാശിക്കും, ഓഫ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിലും ബൾബ് പ്രകാശിക്കുന്നതായി കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ആദ്യ സ്റ്റെപ്പ്. സോ ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ, നിങ്ങൾ എപ്പോഴാണോ പർട്ടിക്കുലർലി ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്നത്, ഓക്കെ വോൾട്ടേജ് സപ്ലൈ അവിടെ കൊടുക്കുന്നത്, ആ വോൾട്ടേജ് സപ്ലൈ കാരണം അവിടെ പ്രൈമറി കോയിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രൈമറി കോയിലിലൂടെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ കണ്ടക്ടർ ഉണ്ട്, ആ കണ്ടക്ടറിലൂടെ ഇനിയൊരു കോയിലിലേക്ക് ആ കറണ്ട് എത്തിച്ചേരുക ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഇസ് നത്തിങ് ബട്ട് EMF. ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ പഠിച്ചു. ഒരാളുടെ പ്രേരണ മൂലം ഇനിയൊരാൾ ബൾബായി പ്രകാശിക്കുന്ന രീതി. ഓക്കെ, സോ ഇവിടെ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ നിന്നുണ്ടാവുന്ന കറണ്ട് ഇവിടെ പ്രേരിപ്പിക്കുന്നു. ആ പ്രേരണ മൂലം വി ഹാവ് ഇൻഡ്യൂസ്ഡ് EMF, അതുമൂലം ഈ ബൾബ് പ്രകാശിക്കുന്നു. സോ യു ആൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, ആ ഇൻഡ്യൂസ്ഡ് EMF ആണ് ഇവിടെ ബൾബ് പ്രകാശിക്കാനുള്ള കാരണം. ഇനി ഇത് ഒരു DC ആയതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് മനസ്സിലായി. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുമ്പോൾ മാത്രം പ്രകാശിക്കുന്നു. ഇനി നമ്മളിതൊരു AC ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാം. നമ്മളിവിടെ കൊടുക്കുന്ന വോൾട്ടേജ് ഒരു AC സോഴ്സ് ആണെന്ന് അസ്യൂം ചെയ്യാണ്. സോ AC സോഴ്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ AC സോഴ്സിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് പ്ലസ് മൈനസ് റെപ്രസെൻറ്റ് ചെയ്ത് അതെങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് മാത്രം. ഇപ്പം ഞാനിവിടെ ഒരു AC സോഴ്സ് വെച്ച ശേഷം ഞാൻ ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ, കീ ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി ബൾബ് പ്രകാശിക്കുന്നതായി കാണാൻ പറ്റും. ACയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഹാസ് എ പോസിറ്റീവ് പീക്ക് ആൻഡ് നെഗറ്റീവ് പീക്ക്. സോ കണ്ടിന്യൂസ്ലി ഈ പീക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ കണ്ടിന്യൂസ്ലി ഇവിടെ കറണ്ട് വേരി ആവുന്നു. അങ്ങനെ കണ്ടിന്യൂസ്ലി കറണ്ട് വേരി ആവുമ്പോൾ EMF അവിടെ ഇൻഡ്യൂസ് ആയിക്കൊണ്ടേയിരിക്കും. DCയുടെ കേസിൽ ഞാൻ ഓൺ ചെയ്യുമ്പോൾ പീക്കിൽ, ഓക്കെ സോ ഓൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഹൈ വോൾട്ടേജ് വരും, അപ്പോൾ ബൾബ് പ്രകാശിക്കും. ഓഫ് ചെയ്യുന്ന സമയത്ത് ലോ വോൾട്ടേജ് വരും, അപ്പോൾ ബൾബ് പ്രകാശിക്കും. ബട്ട് ഇവിടെ കണ്ടിന്യൂസ്ലി വരുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് ബൾബ് തുടർച്ചയായി പ്രകാശിക്കുന്നത് കാണാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ. സോ ഇതിന് തിയറി ആയിട്ട് ഞാനിപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ചു തരാം. ദിസ് ഫിനോമിന ഇസ് നത്തിങ് ബട്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, സോ നിങ്ങളിപ്പോൾ വായിച്ചതുപോലെ തന്നെ രണ്ട് കോയിലുകൾക്കിടയിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള EMF കൊടുക്കുന്ന സമയം ആ EMF മൂലം ഇനിയൊരു കോയിൽ പ്രേരണമാകുക. സോ ദിസ് ഇസ് നോൺ ആസ് പ്രൈമറി കോയിൽ. സോ പ്രൈമറി കോയിലിലേക്ക് നിങ്ങളൊരു പർട്ടിക്കുലർ വോൾട്ടേജ് കൊടുക്കുമ്പോൾ സെക്കൻഡറി കോയിലിൽ ആ ഒരു വോൾട്ടേജ് പ്രേരണ മൂലം അവിടെ EMF പ്രൊഡ്യൂസ് ആവുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ഷൻ എപ്പോഴും ഓർക്കുക, ഒരു കമ്പിയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള റോഡിൽ രണ്ട് ഡിഫറെൻറ്റ് കോയിൽ ഉണ്ടെങ്കിൽ മാത്രമേ മ്യൂച്വൽ ഇൻഡക്ഷൻ ആവുകയുള്ളൂ. സോ ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് വിച്ച് ഇസ് നത്തിങ് ബട്ട് ആപ്ലിക്കേഷൻ. ഓക്കെ, സോ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ പർപ്പസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ഫിനോമിന യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരൊറ്റ ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ പഠിക്കേണ്ടത്. ദിസ് ഇസ് നത്തിങ് ബട്ട് ട്രാൻസ്ഫോമർ. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ട്രാൻസ്ഫോമർ. അടുത്ത ടോപ്പിക് ട്രാൻസ്ഫോമർ. Transformer is a device which alters the voltage without changing the frequency. ഓക്കെ, സോ ഒന്ന് ആൾറെഡി പറഞ്ഞു എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ളത്. ആ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന ഫിനോമിന യൂസ് ചെയ്തുകൊണ്ടാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്താ വെച്ചാൽ, ഒന്നെങ്കിൽ വോൾട്ടേജിനെ കൂട്ടുക
അല്ലെങ്കിൽ വോൾട്ടേജിൽ നിന്ന് കുറയ്ക്കുക. ഏതാണ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ട്രാൻസ്ഫോമർ അത് നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ആവശ്യം ഒന്നെങ്കിൽ വോൾട്ടേജിനെ കൂട്ടുക അല്ലെങ്കിൽ വോൾട്ടേജിനെ കുറയ്ക്കുക വിത്തൗട്ട് ചേഞ്ചിങ് ദ ഫ്രീക്വൻസി. അതൊരു വാക്ക് ഇമ്പോർട്ടൻ്റ് ആയ വാക്കാണ്. ഫ്രീക്വൻസിയിൽ ഒരിക്കലും മാറ്റം വരില്ല. ഓക്കെ, സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ. സോ ഞാനിപ്പോൾ ഒരു ചെറിയ മോഡലാണ് വരച്ചിരിക്കുന്നത്. സോ ഇതാണ് നമ്മൾ ലിംബ് എന്ന് പറയും. സോ ഈ ലിംബിലേക്കാണ് നമ്മൾ കോയിൽസ് ചുറ്റുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതാണ് പ്രൈമറി കോയിൽ. സോ ഞാൻ ഒരു അകൽച്ച കൂട്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഓക്കെ, വരച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കനം കുറഞ്ഞതായിട്ട്, ഓക്കെ, കമ്പിച്ചുരുളുകളുടെ അകലം കൂടുതലുള്ളതായിട്ട് കാണാൻ പറ്റും. സിമിലർലി ഇവിടെ നോക്കുക. സോ ദിസ് ഇസ് കോൾഡ് ആസ് സെക്കൻഡറി കോയിൽ. സോ ദിസ് ഇസ് പ്രൈമറി ആൻഡ് ദിസ് ഇസ് സെക്കൻഡറി. സോ സെക്കൻഡറി കോയിൽ നോക്കുക, പറ്റുന്നതും ഞാൻ മാക്സിമം അടുത്തടുത്തായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് വി കോൾഡ് ആസ് സെക്കൻഡറി കോയിൽ. ഇതിലൂടെ കൊടുക്കുന്ന വോൾട്ടേജ്, നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്ന വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജ്, ഔട്ട്പുട്ടായി എടുക്കുന്ന വോൾട്ടേജ് സെക്കൻഡറി വോൾട്ടേജ്. ഓക്കെ, ദെൻ ഇവിടെ തിരിച്ച്, ഓക്കെ, ഇതിനങ്ങനെ റിവേഴ്സിൽ വരഞ്ഞതുപോലെ. സോ ആദ്യം ഇവിടെ കൊടുക്കുന്നു. സോ ദിസ് ഇസ് മൈ പ്രൈമറി. സോ ഇവിടെ പ്രൈമറിയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് മാക്സിമം അടുത്തായിട്ടാണ് ഞാൻ കോയിൽ വരച്ചിരിക്കുന്നത്. വൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ, പ്രാക്ടിക്കൽ നിർമ്മിക്കുള്ളൂ. ദെൻ അവിടെ കൊടുക്കുന്ന വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജ്. ദെൻ ഇവിടെ അങ്ങനെ ഓപ്പോസിറ്റ്. സോ കമ്പിച്ചുരുളുകളുടെ ഗ്യാപ്പുകൾ കൂടുതലാണ്. സോ വി ഹാവ് ദിസ് പർട്ടിക്കുലർ പാർട്ട് ആസ് സെക്കൻഡറി. സോ അവിടെയുള്ള വോൾട്ടേജ് സെക്കൻഡറി വോൾട്ടേജ്. നമ്മൾ ഏത് സിറ്റുവേഷൻ അനുസരിച്ചാണോ നമുക്ക് ഈ ട്രാൻസ്ഫോമർ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, സോ ദിസ് ഇസ് വി കോൾഡ് ആസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് ദിസ് ഇസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. എന്തുകൊണ്ടെന്ന് ഞാൻ നോക്കാം. ഓക്കെ, സോ ഇവിടെ കമ്പിച്ചുരുളുകളുടെ എണ്ണം കുറവാണ്, ഇവിടെ കൂടുതലാണ്. നമുക്ക് ആവശ്യം എപ്പോഴും ഇവിടെ നിന്ന് സോഴ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ സെക്കൻഡറി പാർട്ടാണ് നമുക്ക് ആവശ്യം ഔട്ട്പുട്ട് എടുക്കേണ്ടത്. ഓക്കെ, സോ സെക്കൻഡറി പാർട്ടിൽ കമ്പിച്ചുരുളുകളുടെ എണ്ണം കൂടുതലാണ്. ഓക്കെ, ഫസ്റ്റ് കാര്യം അത് ഓർക്കുക. സോ കമ്പിച്ചുരുളുകളുടെ എണ്ണം കൂടിയാൽ ഓട്ടോമാറ്റിക്കലി വോൾട്ടേജ് കൂടും. ഇത് രണ്ടും പ്രപ്പോർഷണലാണ്, ഇത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ആസ് നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസസ് വോൾട്ടേജ് ഇൻക്രീസസ്. നമ്മൾ ആൾറെഡി കോയിലിൻ്റെ കേസിൽ പഠിച്ചതാണ്. ഓക്കെ, സോ കമ്പിച്ചുരുളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഇതിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, സോ ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ശ്രദ്ധിച്ച് നോക്കുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സോ പ്രൈമറി വോൾട്ടേജ് കുറവായിരിക്കും. നമ്മളിവിടെ കൊടുക്കുന്നത് മേ ബി ഒരു 10 വോൾട്ട് 20 വോൾട്ട് ആയിരിക്കും. AC ആയിരിക്കും, ഓർക്കുക. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഇസ് ലെസ്. ശ്രദ്ധിച്ചറിയും, നമ്പർ ഓഫ് ടേൺസ് ഇവിടെ കുറവാണ്, അതുകൊണ്ട് തന്നെ കറണ്ട് കൂടുതലായിരിക്കും. ഓക്കെ, സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് പോലെ നമുക്ക് മെക്കാനിക്കൽ പവർ ഉണ്ട്. ഓക്കെ, സോ പവർ ഇസ് നത്തിങ് ബട്ട് VI. ഓക്കെ, എപ്പോഴും ഓർക്കുക, പവറിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വോൾട്ടേജ് കുറയണം, ഇല്ലെങ്കിൽ കറണ്ട് കൂടണം. ഈ ലോജിക്ക് എപ്പോഴും ഓർക്കാൻ പാടുള്ളൂ. ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ വോൾട്ടേജ് കുറവാണ്, അതുകൊണ്ട് പവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവിടെ കറണ്ട് എപ്പോഴും കൂടുതലായിരിക്കും. ഓക്കെ, P is equal to VI. സോ ദിസ് ഇസ് പ്രൈമറി. ഇനി സെക്കൻഡറി കേസ് നോക്കുക. സോ സെക്കൻഡറി കേസ് നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക, നമ്പർ ഓഫ് ടേൺസ് ഇവിടെ കൂടുതലാണ്. നമ്പർ ഓഫ് ടേൺസ് കൂടുതലായ വോൾട്ടേജ് കൂടും, ഞാൻ ആൾറെഡി പറഞ്ഞിരുന്നു. ഓക്കെ, സോ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായാൽ വോൾട്ടേജ് കൂടി. സോ ദാറ്റ് ഇസ് വൈ വി കോൾ ഇറ്റ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇനി വോൾട്ടേജ് കൂടിയുള്ള പ്രശ്നം എന്താണ്? കറണ്ട് കുറയും. ശ്രദ്ധിച്ച് നോക്കുക, ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ പവർ വോൾട്ടേജ് ഞാൻ കൂട്ടുന്നു. സോ വോൾട്ടേജ് കൂട്ടിയാൽ ഓട്ടോമാറ്റിക്കലി പവർ എന്തായിരിക്കണം? കുറയണം. ഓക്കെ, അതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. രണ്ടാമത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലേക്ക് വരാം. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ വരുന്ന സമയം സെയിം കേസ് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇവിടെ നോക്കുക, നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. സോ പ്രൈമറിയിൽ കേസിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ, അതുകൊണ്ട് തന്നെ ഇത് ഇൻപുട്ടായി എടുക്കുന്ന വോൾട്ടേജ് കൂടുതലാണ്. മേ ബി നിങ്ങൾക്ക് ഒരു 100 വോൾട്ട് ഓർ 1000 വോൾട്ട് വരെയൊക്കെ അവിടെ കൊടുക്കാം. ബട്ട് ഔട്ട്പുട്ടിൽ എന്തേ വരുള്ളൂ? 1000-നേക്കാൾ കുറവായ വോൾട്ടേജ് വരുള്ളൂ. സ്റ്റെപ്പ് അപ്പിൽ നിങ്ങൾ 1000 കൊടുത്താൽ നിങ്ങൾ 1000-നേക്കാൾ കൂടുതൽ, പല മടങ്ങ് കൂടുതലുള്ള വോൾട്ടേജ് ആയിരിക്കും ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുക. 2000, 3000. ഇവിടെ അങ്ങനെ തിരിച്ച് നിങ്ങൾ 1000 കൊടുത്താൽ അവിടെ നിങ്ങൾക്ക് 100 or 500 ഒക്കെ തന്നെ വരുള്ളൂ. ഓക്കെ, സോ നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ, അതുകൊണ്ട് തന്നെ വോൾട്ടേജ് കൂടുതൽ. സെയിം പവർ കാരണം നമ്മുടെ കറണ്ട് അവിടെ കുറവായിരിക്കും. ഓക്കെ, ഇൻപുട്ടിലെ പവർ കുറവായിരിക്കും. ഇനി നെക്സ്റ്റ് കേസ് നോക്കുക. സോ സെക്കൻഡറിയിൽ വരുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, നിങ്ങൾ കണ്ടാൽ അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഇവിടെ കുറവായിരിക്കും. സോ മാക്സിമം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വരുന്നത് തന്നെ 12 വോൾട്ടിൻ്റെയും 9 വോൾട്ടിൻ്റെയൊക്കെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, ഈവൻ 24 വോൾട്ടിൻ്റെയൊക്കെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങളുടെ മൊബൈൽ ചാർജസിലൊക്കെ കാണാൻ പറ്റും. യെസ്, 3 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ അടക്കമുണ്ട്. ഓക്കെ, 230 വോൾട്ട് നിങ്ങൾ ഇൻപുട്ടായി കൊടുക്കുമ്പോൾ 3 വോൾട്ട് ഔട്ട്പുട്ട് വരുന്ന മൊബൈൽ ചാർജസ് അടക്കമുണ്ട്. ഓക്കെ, മൊബൈൽ ചാർജസ് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. സോ അതുകൊണ്ടാണ് നമ്മുടെ നമ്പർ ഓഫ് ടേൺസ് കുറവ്. സോ സിമിലർലി അവിടെ വോൾട്ടേജും കുറവായിരിക്കും. ബട്ട് പവർ മെയിൻ്റെനൻസിനായിട്ട് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, കറണ്ട് കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് നിങ്ങളുടെ മൊബൈൽ ചാർജസ് മാക്സിമം ഓൺ ചെയ്തിടാൻ പാടില്ല. ഓക്കെ, മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയം മാത്രം ഓൺ ചെയ്ത് വെക്കുക, അല്ലാത്തപ്പോൾ ഓഫ് ചെയ്ത് വെക്കാൻ പറയാൻ കാരണം. ഓക്കെ, സോ കറണ്ട് റേറ്റിംഗ് അവിടെ കൂടുതലായതുകൊണ്ട് തന്നെ ഒരുപാട് കറണ്ട് അവിടെ ഒഴുകും. സോ ഇറ്റ് മേ ലീഡ് ടു എനി അതർ ഇഞ്ചുറീസ്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. അടുത്തതായി ട്രാൻസ്ഫോമർ യൂസ് ചെയ്തുകൊണ്ടുള്ള കാൽക്കുലേഷൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, സോ ആദ്യം അതിന് ഡെറിവേഷൻ പാർട്ടായി പറയാനായിട്ട് ഒന്നുമില്ല. നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത്,
ഒരു ട്രാൻസ്ഫോമറിൻ്റെ പവർ ഓൾവേസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പി ഈസ് ഈക്വൽ ടു വി ഐ. ഈ ലോജിക്ക് എപ്പോഴും ഓർത്ത് വെക്കുക. ഓക്കെ, സിമിലർലി രണ്ടാമതൊരു ഇക്വേഷൻ ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി. ആസ് നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസസ് വോൾട്ടേജ് ഇൻക്രീസസ് ആൻഡ് നമ്പർ ഓഫ് ടേൺ ഡിക്രീസസ് വോൾട്ടേജ് ഡിക്രീസസ്. ഇത് പ്രൊപ്പോർഷൻ ആണെന്നുള്ള കാര്യം അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ അതിന് തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പറയാൻ പോകണം. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കാം. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞിരുന്നു വി ഹാവ് വോൾട്ടേജ്, നമ്പർ ഓഫ് ടേൺസ് ആൻഡ് കറണ്ട്. ഓക്കെ, ഇവർ മൂന്ന് പേരുടെയും നമ്മൾ റേഷ്യോ ആണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വോൾട്ടേജ്, നമ്പർ ഓഫ് ടേൺസ് ആൻഡ് കറണ്ട്. ഓക്കെ, ഞാനിപ്പോൾ എടുക്കുന്നത് പ്രൈമറി വോൾട്ടേജ്, പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ്, പ്രൈമറിയിലുള്ള കറണ്ട്. ഓക്കെ, ഇതും നമ്മളുടെ സെക്കൻഡറി വോൾട്ടേജ്, സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ്, സെക്കൻഡറി കറണ്ട് നമ്മൾ റിലേഷൻ എടുക്കാൻ പോകും. ഓക്കെ, സോ അതിന് ഞാൻ എടുക്കുന്നത് സെക്കൻഡറി വോൾട്ടേജ്, സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് ആൻഡ് സെക്കൻഡറി കറണ്ട്. ഇവർ മൂന്ന് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് പറയാൻ പോകും. ശ്രദ്ധിച്ച് നോക്കുക. നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും പ്രപ്പോർഷനാണ്, വിച്ച് മീൻസ് ദീസ് ടു ആർ ഈക്വൽ. ഓക്കെ, ബട്ട് ശ്രദ്ധിച്ച് നോക്കുക. ആസ് വോൾട്ടേജ് ഇൻക്രീസസ് പവർ ഷുഡ് ഡിക്രീസ്. ഓക്കെ, സോറി, ആസ് വോൾട്ടേജ് ഇൻക്രീസസ് കറണ്ട് ഷുഡ് ഡിക്രീസ്. ഓക്കെ, പവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് എപ്പോഴും എന്തായിരിക്കും? ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയിരിക്കും. ഒരാൾ കൂടിയാൽ ഇനി ഒരാൾ കുറയണം. സോ വിച്ച് മീൻസ് എനിക്കിതിനെ ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? എൻ്റെ കറണ്ട് കൂടിയാൽ വോൾട്ടേജ് കുറയും. സിമിലർലി എൻ്റെ വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കുറയും. ശരിയല്ലേ? ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻ, ഈ ഇക്വേഷൻ ഇവിടെയും ഈ ഇക്വേഷൻ ഇവിടെയാണ് ഞാൻ കണക്ട് ചെയ്ത് വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ എൻ്റെ വോൾട്ടേജ് കൂടുമ്പോൾ പവർ കുറയുന്നുള്ള ലോജിക്ക് യൂസ് ചെയ്തുകൊണ്ട് പവറിൻ്റെ ഒരു ഇക്വേഷൻ ഞാൻ നിർമ്മിച്ചു. എൻ്റെ നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ വോൾട്ടേജ് കൂടുന്നുള്ളത് വെച്ച് ഇനിയൊരു റിലേഷൻ നിർമ്മിച്ചു. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യാൻ പോകണം. സോ സിമ്പിളാണ് ഇതിൻ്റെ കണക്ഷൻ. മാത്തമാറ്റിക് നമ്മളിങ്ങനെ എഴുതുക. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് എൻ പി ബൈ എൻ എസ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, ഓർ നമ്മൾ സെക്കൻഡറി വെച്ചാൽ എഴുതുക. മാക്സിമം ഹയർ സ്റ്റഡീസിൽ നിങ്ങൾ സെക്കൻഡറി വെച്ചാണ് എഴുതാനുണ്ടാവുക. സോ വി റൈറ്റ് ഇറ്റ് ആസ് എൻ എസ് ബൈ എൻ പി വിച്ച് ഇസ് ഈക്വൽ ടു വി എസ് ബൈ വി പി. സോ ആൾറെഡി ഈ റിലേഷനെ കുറിച്ച് ഞാൻ എഴുതി. ഇനി ഇതിന് ഇൻവേഴ്സ് ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ശരിയല്ലേ? സോ ഇതിൻ്റെ റിലേഷൻ നോക്കുക. സോ വി എസ് ബൈ വി പി വിച്ച് ഇസ് നത്തിങ് ബട്ട് ഐ പി ബൈ ഐ എസ്. ഓക്കെ, സോ ഇതാണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷൻ. സോ ദിസ് ഇസ് വി കോൾ ഇറ്റ് ആസ് ട്രാൻസ്ഫോമർ ഇക്വേഷൻ. ഓക്കെ, സോ ഈ ട്രാൻസ്ഫോമർ ഇക്വേഷൻ എപ്പോഴും ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയൊരു ഫോർമുലയാണ്. ഓക്കെ, സോ ഇത് റിലേറ്റഡ് ആയി നിങ്ങൾ കാൽക്കുലേഷൻ ഒന്ന് താഴെ തന്നിട്ടുണ്ട്. സോ ഞാനത് കാൽക്കുലേഷൻ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യാം. ഇത് പ്രകാരം തന്നിരിക്കുന്ന കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയും. ആദ്യം നമ്പർ ഓഫ് ടേൺസ് N1, ദാറ്റ് ഈസ് എൻ പി, ആൻഡ് വോൾട്ടേജ് വി പി, നമ്പർ ഓഫ് ടേൺസ് എൻ എസ് ആൻഡ് വോൾട്ടേജ് വി എസ്. ഓക്കെ, ശ്രദ്ധിച്ചാൽ അറിയും. സോ നിങ്ങൾ തന്നിരിക്കുന്ന ഡാറ്റാസ് ഇതാണ് 500 വിച്ച് ഇസ് ശ്രദ്ധിച്ചാൽ അറിയും നിങ്ങളുടെ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, വോൾട്ടേജ് ഇൻ പ്രൈമറി, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, വോൾട്ടേജ് ഇൻ സെക്കൻഡറി. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ വാല്യൂ 500 തന്നിട്ടുണ്ട്. വോൾട്ടേജ് ഇൻ പ്രൈമറി വി ഹാവ് 10 വോൾട്ട്. ഓക്കെ, 10 വോൾട്ട് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് ഇസ് 2500. ഓക്കെ, വാട്ട് ഇസ് വി എസ് അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വോൾട്ടേജ് സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് എത്രയാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. സോ ഒന്നുമില്ല, നമ്മൾ ഈ കാൽക്കുലേഷനിൽ ഇട്ട് കൊടുത്താൽ എളുപ്പം കിട്ടും. സോ ഞാൻ സിമ്പിളായിട്ട് ഒരു സൈഡിൽ ചെയ്യാം. സോ വി ഹാവ് ദിസ് റിലേഷൻ എൻ എസ് ബൈ എൻ പി, വി എസ് ബൈ വി പി, ഐ പി ബൈ ഐ എസ്. നമുക്ക് കറണ്ടിനെ കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. സോ നമ്മൾ കറണ്ടിൻ്റെ കാര്യം വിട്ടേക്കാം. സോ ദിസ് നോക്കുക, എൻ എസ് ബൈ എൻ പി. സോ എൻ എസ് ബൈ എൻ പി എന്ന് പറയുമ്പോൾ ഈ രണ്ട് റേഷ്യോ. സോ വി ഹാവ് 2500 by 50 which is equal to Vs by Vp. So Vs എനിക്ക് അറിയില്ല, divided by Vp. So Vp നമുക്കറിയാം. സോ എന്താണ് Vp? Vp is nothing but 10. ഓക്കെ, സോ ഇതിൽ നിന്നും Vs എന്ത് വരും? Vs is equal to, സോ ഞാൻ ഇതിവിടെ ഫോമുല മായ്ക്കാം. സോ Vs is equal to നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. So 10 into 2500 by 50. So 5 and 0 cut down. 5 will 5 times. So 50 times. 50 into 10 is 500. 500 volt. Simple. Okay. So we have 500 volt. ഇങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഡാഷ് തന്നിരിക്കുകയാണ്. Then 100 volt. Okay, Vp is 100 volt. Then 825. Okay, 825 volt. Okay, so same calculation. Okay,
സോ ഇതും വളരെ സിമ്പിളായി ചെയ്യാവുന്നത് തന്നെയാണ്. സെയിം ഫോമിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിതിൽ കറണ്ട് ചോദിച്ചിട്ടില്ല. സോ കറണ്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സെയിം ഏതെങ്കിലും ഒരു കറണ്ട് തരുന്നതായിരിക്കും, പ്രൈമറി കറണ്ടോ സെക്കൻഡറി കറണ്ടോ തരുന്നതായിരിക്കും. അത് യൂസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് കറണ്ട് കണ്ടുപിടിക്കാം. സോ ഇവിടുത്തെ കേസിൽ NP എനിക്കറിയില്ല. സോ NS എനിക്കറിയാം. NS ഇസ് 800/NP എനിക്കറിയില്ല, വിച്ച് ഇസ് ഈക്വൽ ടു VS/VP. സോ വി ഹാവ് 25/100. സോ therefore what is NP? സോ NP ഇവിടെ ക്രോസ് ചെയ്യുന്നു, സോ ഇതിവിടെ ക്രോസ് ചെയ്യുന്നു. സോ 800 × 100/25. സോ 25ൽ 4 ടൈംസ്, സോ 4 × 8 32, again 20. സോ 3200 ടേൺസ്. സോ 3200 ടേൺസ് ആയിരിക്കും ആ കോയിൽ ഉണ്ടാവുക. സോ ഇങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. എപ്പോഴും ഓർക്കുക, എസ് ആണ് മുകളിൽ വരേണ്ടത്. NS/NP, VS/VP. ബട്ട് പവർ മെയിൻ്റെനൻസിന് വേണ്ടി ശേഷം അല്ലെങ്കിൽ പവർ മെയിൻ്റെനൻസ് എന്ന് വരുന്ന സമയത്ത് വി ഹാവ് IP/IS. എപ്പോഴും എസ് ആണ് മുകളിൽ വരേണ്ടത്. കറണ്ടിൻ്റെ കേസിൽ മാത്രം P മുകളിൽ വരും. ഈ ഒരു കാര്യം ഓർക്കുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മളിന്ന് ട്രാൻസ്ഫോമറിനെ കുറിച്ചും മ്യൂച്വൽ ഇൻഡക്ഷനെ കുറിച്ചും പഠിച്ചു. അടുത്ത ദിവസം സെൽഫ് ഇൻഡക്ഷനെ കുറിച്ച് പഠിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കൃത്യസമയം എത്തിച്ചേരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.